വെൽക്കം ടു കോമഡി ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ നമുക്കിന്ന് കേറ്ററ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ സൈക്കോളജിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് PYQs നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും. ക്വസ്റ്റിന്റെ പാറ്റേൺ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കും. ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെയൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ അതായത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സ് ഫോളോവിംഗ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതിന്റെ ഒരു ഏകദേശം ഒരു ഊഹം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ നോക്കിക്കോളൂ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ കോമഡി ക്രാക്കറിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് കിട്ടും. അതുകൂടാതെ കറന്റ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് PSC ഒക്കെ നമുക്ക് പഠിക്കുന്നവർക്ക് കറന്റ് അഫയേഴ്സ് ഏറ്റവും ഉപകാരപ്പെടും അല്ലെ. നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PDF എല്ലാത്തിന്റെ ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് PDF കിട്ടും. നെക്സ്റ്റ് നമുക്ക് എക്സാംസ് ചെയ്ത് നോക്കാം. അതിന്റെ റാങ്ക് പെർഫോമൻസ് അനാലിസിസ്, റാങ്ക് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് PYQലേക്ക് നോക്കാം. അപ്പൊ വളർച്ചയുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയായിരിക്കാം? വളർച്ച പലപ്പോഴും പഠനത്തെയും പരിപക്വതയെയും സ്വാധീനിക്കുന്നു. വളർച്ചയിലൂടെ വികാസം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. വളർച്ച ജനനം മുതൽ മരണം വരെയുള്ള നിരന്തര പ്രക്രിയയാണ്. വളർച്ച ഗുണാത്മകമായ ഒരു മാറ്റമാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, വളർച്ച ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അല്ലെ. ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ വീണ്ടും പറയാണ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇത് പഠിച്ചാലുള്ള ഗുണം എന്താ? ഈ ഏരിയ ഏറ്റവും ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് ഇവിടെ റിപ്പീറ്റ് അടിച്ച് ഈ ഏരിയയിൽ നിന്ന് ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കോളം നമുക്ക് ഇത് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് ഷുവർലി നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റൽ സ്റ്റേജസുകൾ പഠിക്കണം, അതുപോലെ ഡെവലപ്മെന്റൽ തിയറീസുകൾ പഠിക്കണം, പ്രിൻസിപ്പിൾസ് ഡെവലപ്മെന്റ് ആയാലും ഗ്രോത്തിന്റെ ആയാലും പ്രിൻസിപ്പിൾസ് ചോദിക്കണം, പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒത്തിരി അധികം ക്വസ്റ്റ്യൻസുകൾ ഇവിടെ വന്നു പോകും. സ്ഥിരം നമുക്ക് PYQ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, വളർച്ച പലപ്പോഴും പഠനത്തെയും പരിപക്വതയെയും സ്വാധീനിക്കുന്നു. വളർച്ചയിലൂടെ വികാസം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. വളർച്ച ജനനം മുതൽ മരണം വരെയുള്ള നിരന്തര പ്രക്രിയയാണ്. വളർച്ച ഗുണാത്മകമായ ഒരു മാറ്റമാണ്. ഇവിടെ ഏതായിരിക്കുമെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും ഇവിടെ? പ്രസ്താവന 1ഉം 2ഉം ആണ് നമുക്ക് ഇവിടെ ശരിയായിട്ട് വരുന്നത് അല്ലെ. ഇനി വളർച്ചയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? അതായത് വളർച്ചയിലൂടെ വികാസം സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം അല്ലെ. അത് വളർന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടിയുടെ ആ ഒരു ആന്തരികങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വളർന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയെ പോലെ ആയിരിക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള മെന്റലി ആയാലും അല്ലെങ്കിൽ മെന്റലായാലും ഫിസിക്കലായാലും അല്ലെങ്കിൽ ഇമോഷണലി ആ കുട്ടിക്ക് ചില അത്രയ്ക്ക് ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ എന്തായിരിക്കും, നോർമൽ ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പൊ പക്ഷെ നോർമലി ആ കുട്ടി സാധാരണക്കാരെ പോലെ വളർന്നിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതാണ് വളർച്ച വികാസത്തിന് കാരണമായേക്കാം ഇല്ലെന്നും വരാമെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അത് കൂടാതെ നമുക്ക് വളർച്ചയുടെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആണ് അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും അല്ലെ, കറക്റ്റ് ആയിട്ട് നമുക്ക് അളക്കാൻ സാധിക്കും. ഇനി അതുകൂടാതെ പിണ്ടത്തിലും അതുകൂടാതെ നമുക്ക് കോശ വിഭജനത്തിലൂടെ വരുന്ന ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ കൈ വളരുന്നു, കാൽ വളരുന്നു അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു വളർച്ച എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇത് ഒരു മെച്ചുറേഷൻ സ്റ്റേജ്, അതായത് പരിപക്വനം അല്ലെ. അതായത് ഒരു മെച്ചുറേഷൻ സ്റ്റേജ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് നിൽക്കും അല്ലെ. അതായത് ആ ഒരു സ്റ്റേജ്, ആ ഒരു വളർച്ചയുടെ ആ ഒരു ഇതുവരെ നിൽക്കും. ഇത് മരണം വരെ ഒന്നല്ല. അതായത് നമുക്ക് ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ മെച്ചുറേഷൻ സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റോപ്പ് ആവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഏതൊക്കെയാണ്? സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ്. അതുകൂടാതെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ് അല്ലെ. സങ്കീർണമായ പ്രക്രിയയാണ്. അങ്ങനെ ഒത്തിരി സവിശേഷതകൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം, വളർച്ചയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. അപ്പൊ ഈ വളർച്ച എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക, വളർച്ചയും വികാസവും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രത്യേകതകൾ എന്തെല്ലാം എന്നിവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ പഠിച്ചു പോകണം. വെരി വെരി ഇമ്പോർട്ടന്റ്. അതിൽ നിന്ന് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഒരു പഠിതാവിന്റെ നിലവിലെ പഠനനിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന പഠനനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? കോമൺലി നമുക്ക് കേട്ടിട്ട് പഠിക്കുന്നവർക്കും BEd കഴിഞ്ഞവർക്കൊക്കെ ZPD എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണടച്ച് ആൻസർ ചെയ്യാം. ആരാണ്? ലേവ് വൈഗോട്സ്കി അല്ലെ. അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് ഓർത്തു വെക്കുക, സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അല്ലെ. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അല്ലെ. അതായത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് മലയാളത്തിൽ പറയും അല്ലെ. സാമൂഹ്യ ജ്ഞാന
നിർമ്മിതിവാദം അല്ലെ, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സമൂഹവുമായിട്ട് ഇടപെട്ടുകൊണ്ട് കുട്ടികൾ ജ്ഞാനം നിർമ്മിച്ചെടുക്കുകയാണ്, കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയാണെന്നാണ് പറയുന്നത്. അതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. പാസ് സ്കൂൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്താ, ഒരു സൊസൈറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. അവിടെ കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് ഒക്കെ പറയുന്നുണ്ട് അല്ലെ. കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, ഇതിലൂടെയൊക്കെ കുട്ടി ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് എത്താണ്. അപ്പൊ അവിടെ ടീച്ചർ എന്ന് പറയുമ്പോൾ ആസെ എന്താണ്, ഒരു സ്കഫോൾഡർ ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികൾക്ക് സ്വയം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിലയുണ്ട് അല്ലെ. ക്യാൻ ഡു അല്ലെ. ഇനി മറ്റുള്ളവരെ സഹായിത്താൻ എത്തിച്ചേരാൻ കഴിയുന്ന മറ്റൊരു നിലയുമുണ്ട് അല്ലെ. ക്യാൻഡ് ഡു. ഇതിനിടയിലുള്ള ഒരു അന്തരം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ZPD എന്ന് വിളിക്കുന്നത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. കാരണം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ZPD-യുടെ പൂർണ്ണ രൂപം എന്തെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോഴവിടെ കൺഫ്യൂഷൻ അവർ നമ്മൾ എളുപ്പത്തിൽ ZPD എന്ന് പഠിച്ചു വെച്ചാൽ മതിയല്ലോ എന്ന് ഓർക്കും. അപ്പൊ പക്ഷെ അങ്ങനെ പോരാ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് തന്നെ നമ്മൾ അവിടെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സമീപസ്ഥ വികസന മണ്ഡലം മലയാളത്തിൽ. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD എന്ന് തന്നെ അവിടെ പഠിച്ചു വെക്കുക. ഇനി ഇവിടെയാണ് നമുക്ക് ആരുടെ കൈത്താങ് വേണ്ടത്? ടീച്ചറിന്റെ അല്ലെ. കൈത്താങ് അതായത് സ്കഫോൾഡിങ് വേണ്ടത്. ആരാ സ്കഫോൾഡ് ചെയ്യേണ്ടവര്? MKO, മോർ നോളജബിൾ അതേഴ്സ് അല്ലെ. MKO ഇത് ചോദിക്കാം. ഇതും ചോദിച്ചിട്ടുണ്ട് MKOന്റെ ഉപജ്ഞാതാവ് ആര് എന്നുള്ളത്. അപ്പൊ MKOന്റെ ഉപജ്ഞാതാവ് ആരാണ്? ലീ വൈഗോട്സ്കി അല്ലെ. വൈഗോട്സ്കിയാണ്. MKO എന്ന് പറയുമ്പോൾ എന്താണ്? മോർ നോളജബിൾ അതേഴ്സ്. ആരൊക്കെ ആയിരിക്കാം? ടീച്ചർ ആകാം, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആകാം, ഈവൻ എന്താണ് പീർ ഗ്രൂപ്പ്സ്, അതായത് നമ്മുടെ സഹപാഠികളാകാം, കുട്ടികളുടെ സഹപാഠികളാകാം. അപ്പൊ ഇത്രയും ഇവിടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗോൾഡൻ W ആൽപോർട്ട് മുന്നോട്ട് വെച്ച വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട ട്രൈറ്റ് തിയറി ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും ഇവിടെ വരുന്നത്? പ്രൈമറി ട്രൈറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, വ്യക്തിത്വമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് അപ്രോച്ച് ഉണ്ട്, ട്രൈറ്റ് അപ്രോച്ച് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഓരോ ആളുകളുടെയും തിയറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്പ് അപ്രോച്ച് ഉണ്ട്, ട്രൈറ്റ് അപ്രോച്ച് ഉണ്ട്. അപ്പൊ ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി തിയറീസ് പഠിക്കാണ്ട് അല്ലെ. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൽപോർട്ടിന്റെ മാത്രമല്ല അവിടെ പഠിക്കേണ്ടത്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പഠിക്കണം. പിന്നെ അതുകൂടാതെ നമുക്ക് ഷെൽഡന്റെ, അങ്ങനെ കുറച്ചധികം ക്രഷ്മറുടെ, അങ്ങനെ കുറച്ചധികം തിയറീസുകൾ അവിടെ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് ഇത് നോക്കിക്കേ. ആൽപോർട്ടിന്റെ തിയറിയുമായിട്ട് റിലേറ്റ്, ട്രൈറ്റ് തിയറിയുമായിട്ട് റിലേറ്റ് നമ്മുടെ വ്യക്തിത്വത്തെ നയിക്കുന്ന 3 പ്രധാനമായിട്ടുള്ള ട്രൈറ്റുകളാണ് അല്ലെ. കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ് ആൻഡ് സെക്കൻഡറി ട്രൈറ്റ്. കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എപ്പോഴും ഒരാളിൽ കാണപ്പെടുന്ന അല്ലെ, എപ്പോഴും ഒരാളില് മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഉണ്ടാകും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർഡിനൽ ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗാന്ധിജിയിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? അഹിംസ കാണാൻ സാധിക്കും അല്ലെ. നെക്സ്റ്റ് ചാർലി ചാപ്ലിൻ എന്ന് ഓർത്ത് വയ്ക്കുക, എപ്പോഴും നമ്മളെ ചിരിപ്പിക്കും അല്ലെ, ചിരിയാണ്. ഈവൻ നമ്മുടെ രമേശ് പിഷാരടിനെ ഓർത്ത് വയ്ക്കുകയാണ്, നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് എന്താ, അദ്ദേഹം സ്റ്റേജിലായാലും അതുകൂടാതെ നമുക്ക് ഇന്റർവ്യൂലായാലും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ശരിക്കും എന്താണ്? ആ ഒരു കാർഡിനൽ ട്രൈറ്റ് ആണ്. ഓക്കെ, ഓരോ സവിശേഷതകളുണ്ട്. അപ്പൊ അതിനെയാണ് എപ്പോഴും ഒരു വ്യക്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർഡിനൽ ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന സെൻട്രൽ ട്രൈറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നതിൽ അതിൽ കുറച്ച് താഴെയായിട്ട് കാണപ്പെടുന്നതിനാണ് നമ്മൾ സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. അതിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വിധേയത്വം, അതീശത്വം, ഇതൊക്കെ നമുക്ക് എന്താണ്? ഈ കാർഡിനൽ ട്രൈറ്റിന്റെ അത്ര വരുന്നില്ലെങ്കിലും അതിന് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷതകളാണ്. അതിനെയാണ് നമ്മൾ സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെക്കൻഡറി ട്രൈറ്റ്. അതിന്റെ പ്രത്യേകത എന്താണ്? സെക്കൻഡറി ട്രൈറ്റിന്റെ അതായത് ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചോളാം, അതായത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം നമുക്ക് മുന്നിട്ട് നിൽക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രൈറ്റ്. അതായത് ദേഷ്യം ഒക്കെ നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം പുറത്തെടുക്കുള്ളൂ അല്ലെ. കോപം, സങ്കടം, ഇതൊക്കെ അതിനെയാണ് സെക്കൻഡറി ട്രൈറ്റ്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഫോറിൻ കൺട്രീസിലേക്ക് പോയെന്ന് വിചാരിക്കാം, അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഡ്രസ്സും ഫുഡൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അവിടെ മാറും. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരു രീതിയിലേക്ക് മാറും. അപ്പൊ അതാണ് ആ ഒരു സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും? നമ്മുടെ വികാരങ്ങളെ സ്വയം അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. സ്വയം അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. സ്വയം പ്രചോദിതമാകുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുക, ബന്ധങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. എങ്കിൽ ഡാനിയൽ ഗോൾമാന്റെ വൈകാരിക ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി ഗോൾമാന്റെ ഈ ബുദ്ധിയിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? ഒന്ന് നോക്കിക്കേ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പ്രസ്താവന 1, 2, 3, പ്രസ്താവന 2, 3, 4. ഏതായിരിക്കും ഇവിടെ ശരി? 1, 2, 3,
4 ഇവിടെ ശരിയാണ് അല്ലെ. വൈകാരിക ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെ. ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെയാ വന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ആദ്യം നമുക്ക് ഇന്റലിജൻസ് ക്വോഷ്യന്റ് ആണ് അല്ലെ, IQ ആണ് നോക്കേണ്ടത്. പക്ഷെ അല്ല, IQ അല്ല നോക്കേണ്ടത്, ഒരാളുടെ EQ കൂടിയാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇമോഷണൽ ക്വോഷ്യന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസിന് അവിടെ പ്രാധാന്യം കൊടുത്തു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന ഒരു തിയറിയാണ് ഇത്. അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ടുവന്ന 2 പേരാണ്. ആരാണ്? പീറ്റർ സലോവെ ആൻഡ് ജോൺ മേയർ അല്ലെ. പീറ്റർ സലോവെ ആൻഡ് ജോൺ മേയർ എന്ന് പറയുന്ന 2 പേരാണ്. ജോൺ മേയർ. ഇനി ഇവർക്ക് ഈ വേർഡ് കൊണ്ടുവന്ന് ഇവിടുന്നൊക്കെ ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലെ. ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. നമുക്കൊരു 9 ബുദ്ധി പഠിക്കുന്നുണ്ട് അല്ലെ. അതിലെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇതിൽ നിന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ടുവന്നത്. പക്ഷെ ഇത് പോപ്പുലറൈസ് ചെയ്ത ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരും എന്ത് തന്നെയാണ്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് തന്നെയാണ് ഡാനിയൽ ഗോൾമാന്റെ കൃതിയുടെ പേരും. ഇനി ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സെൽഫ് അവയർനെസ്, സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് റെഗുലേഷൻ, സോഷ്യൽ സ്കിൽസ്. ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ് സെൽഫ് അവയർനെസ്, എന്താണ് സെൽഫ് മോട്ടിവേഷൻ, എന്താണ് സെൽഫ് റെഗുലേഷൻ എന്ന് കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഇന്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. ലെസ്മാന്റെ ബുദ്ധിമാനം IQ 100-ൽ താഴെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. 100-ൽ താഴെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ മാനസിക വയസ്സ് 14. MA പറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെ. MA 14 ശാരീരിക വയസ്സുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവന കൊടുത്തിരിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്താണ്? CA അറിയില്ല, ക്രോണോളജിക്കൽ ഏജ് അറിയില്ല അല്ലെ. കോമൺലി IQ അറിയാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MA/CA × 100 ആണ് അല്ലെ. അപ്പൊ IQ എന്നൊരു ഹിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 100-ൽ താഴെയാണ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി MA എന്ന് പറയുന്നത് 14 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി CA എത്രയായിരിക്കും എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരിക? ലെസ്മാന്റെ വയസ്സ് പ്രസ്താവന 3 അല്ലെങ്കിൽ 4 ആകാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 3ഉം 4ഉം ഏതാ? 1, 15, 16 അല്ലെ. 15, 16 ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താം? കൂട്ടിയും കുണച്ചു ഹരിച്ചു നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് അത് അങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റില്ല. കോമൺ നമുക്ക് എന്താണ് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. IQ = MA/CA × 100. ദെൻ നെക്സ്റ്റ് നമുക്ക് വേറെ രീതിയിൽ ഇത് കണ്ടെത്താം. അതായത് ചില കേസസിൽ നമുക്ക് CA കൊടുത്തിട്ടുണ്ടാകില്ല, MAയും IQയും കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ CA കണ്ടെത്താനായിട്ട് പറയും. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? MA/IQ × 100 അല്ലെ. അപ്പൊ CA കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ. CA കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് MA/IQ × 100 എന്നുള്ളത്. നെക്സ്റ്റ് MA കാണാനുള്ള ഇക്വേഷൻ എന്താ? MA കാണാനുള്ള ഇക്വേഷൻ CA × IQ/100. ഇതാണ് MA കാണാനായുള്ള ഇക്വേഷൻ. ഇങ്ങനെയും ചോദിക്കാം. നെക്സ്റ്റ് നമ്മുടെ ഇതുമായിട്ട് ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻസ് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കൊരു ബുദ്ധി അല്ലെങ്കിൽ ഒരു സൂത്രം നമുക്ക് ഉപയോഗിച്ച് ഇവിടെ കണ്ടെത്താൻ പറ്റും. അതായത് ഇവിടെ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതായത് CAയും MAയും തുല്യമാണ് അല്ലെ. CAയും MAയും തുല്യമാണെങ്കിൽ IQ എത്രയായിരിക്കാം? 100 ആയിരിക്കും. ഇനി CA ആണ് കൂടുതൽ MAനേക്കാളും. CA കൂടുതലാണെങ്കിൽ IQ 100-ൽ താഴെയായിരിക്കും. ഇനി MA ആണ് കൂടുതൽ, CAനേക്കാളും MA ആണ് കൂടുതലെങ്കിൽ IQ 100-ൽ മുകളിൽ, 100-ൽ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം അവിടെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതനുസരിച്ചാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ആ ഒരു കൂട്ടിയും കുറച്ച് നോക്കിയാൽ ഹരിച്ചു നോക്കിയാൽ നമുക്ക് ഇത് കിട്ടില്ല. അപ്പൊ അത് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു കാര്യം കൂടി ഓർത്ത് വെക്കാം. മാനസിക പ്രായം, മെന്റൽ ഏജ്, അത് ആരുടെയാണ്? ആൽഫ്രഡ് ബിനിയുടെയാണ് അല്ലെ. IQ എന്ന പദം ആരുടെയാണ്? വില്യംസ്റ്റൺ. കൊണ്ടുവന്നത് വില്യംസ്റ്റൺ ആണ്. ആദ്യ ബുദ്ധി പരീക്ഷ ബിനെ സൈമൺസ് ടെസ്റ്റ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ സാമൂഹ്യ ബന്ധം വിലയിരുത്താൻ നിസുത ടീച്ചർ തീരുമാനിച്ചു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രീതിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ഏതായിരിക്കും? നിരീക്ഷണം, അഭിമുഖം, ചോദ്യാവലി, സോഷ്യോമെട്രി. ഏതായിരിക്കും അവിടെ? സോഷ്യോമെട്രി ആണ്. ഓപ്ഷൻ ഡി സോഷ്യോമെട്രി. ആരെ കൊണ്ടുവന്നത്? JL മൊറീനോ അല്ലെ.
JL മൊറീനോ ആണ് സോഷ്യോമെട്രി കൊണ്ടുവന്നത്. എന്താണ്, അതായത് കുട്ടികൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്, ഈ സോഷ്യോമെട്രി കൊണ്ടുവന്നത്. ഇനി നമ്മൾ ഇവിടെ സോഷ്യോമെട്രിയിലാണ് നമ്മൾ സോഷ്യോഗ്രാം നിർമ്മിക്കുന്നത് അല്ലെ. സോഷ്യോഗ്രാം, അവിടെ നമ്മൾ സ്റ്റാർ ഉണ്ട്, അതുകൂടാതെ ക്ലിക്ക് ഉണ്ട് അല്ലെ, ക്ലിക്ക്, ഐസൊലേറ്റ്സ്, ദ്വന്ദ്ങ്ങൾ എന്ന് പറയും അല്ലെ, പിന്നെ ഗ്യാങ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഓർത്ത് വെച്ചോളേ. ഇതൊക്കെ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പ്രതികരണത്തെ തുടർന്ന് സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ ആ പ്രതികരണം ആവർത്തിക്കപ്പെടാനുള്ള പ്രവണത ഉണ്ടാകും. നേരെ മറിച്ച് പ്രതികരണത്തെ തുടർന്ന് അസുഖകരമായിട്ടുള്ള അവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ ആ പ്രതികരണം ആവർത്തിക്കാനുള്ള സാധ്യത വിരളമാണ്. EL തോണ്ടേക്കിന്റെ ഈ ഏത് പഠന സിദ്ധാന്തമാണ് ഈ പ്രതിഭാസം വിശദമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. EL തോണ്ടേക്കിന്റെ തിയറിയുടെ പേരാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെ. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയും. അതായത് ശ്രമ പരാജയം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്ന് വിളിക്കും അല്ലെ. ബോണ്ട് തിയറി ഓർ ബന്ധ സിദ്ധാന്തം. അതായത് പ്രശ്നപേടകത്തിലെ പൂച്ച, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ എക്സ്പെരിമെന്റ് ഒന്ന് ഓർത്ത് വെക്കുക. പ്രശ്നപേടകത്തിലെ പൂച്ച, ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഓർത്ത് വെക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്ന 3 നിയമങ്ങളാണ്. ഒന്ന് സന്നദ്ധ നിയമം, ഫല നിയമം, പിന്നെ അതുകൂടാതെ ആൻസർ വരുന്നത് ഫല നിയമമാണ് അല്ലെ. അതായത് ലോ ഓഫ് റെഡിനസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ് അല്ലെ. ലോ ഓഫ് ഇഫക്റ്റ്, ഇതാണ് 3 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, 3 നിയമം. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് റെഡിനെസ്, അതായത് നമുക്ക് കുട്ടി റെഡി ആയിരിക്കുമ്പോൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അത് കുട്ടിയെ റെഡിയാക്കുന്ന രീതിയിലുള്ള ആ ഒരു പഠന സാഹചര്യങ്ങളോട് ഒരുക്കി കൊടുക്കുക. ഈ അങ്ങനെ ചെയ്താലാണ് അതിനനുസരിച്ചുള്ള ഇഫക്റ്റ് കിട്ടുകയുള്ളൂ അല്ലെ. അപ്പൊ ഇഫക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സുഖകരമാണെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും, ആവർത്തിക്കും. എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ കുട്ടിയെ അത് ആവർത്തിച്ചോളൂ എന്ന് വെച്ച് വെറുതെ ഇരുത്തിയാൽ പറ്റുമോ, ഇല്ല. അതിനെന്താണ്, കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണം അല്ലെ. എന്നാലാണ് അതിനനുസരിച്ചുള്ള ഒരു വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 ലോസ് ആണ്, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. എന്താണെന്ന് കറക്റ്റ് ആയിട്ട് 3 പഠിക്കണം. ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. എല്ലാ കുട്ടികൾക്കും സ്വാഭാവികമായി ഭാഷ മനസ്സിലാക്കുന്നതിനുള്ള കഴിവുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഷാ സമാർജന ഉപകരണം LAD എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരും, അവിടെ നോം ചോംസ്കി അല്ലെ. അതിനെപ്പറ്റി വേറെ ഒന്നും ചിന്തിക്കാൻ വേണ്ട, ഫുള്ളൊന്നും വായിക്കാൻ വേണ്ട അല്ലെ. എല്ലാ കുട്ടികളിലും ഉണ്ട്. ഇതിനെ സർവ്വലൗകിക ഭാഷാ വ്യാകരണം എന്ന് വിശദീകരിക്കാവുന്ന ഈ ആശയം മുന്നോട്ട് വെച്ചത് ആരെന്നാണ് ചോദിക്കുന്നത്. ആരാണ്, നോം ചോംസ്കി അല്ലെ. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്, നോം ചോംസ്കിയാണ്. അതായത് കുട്ടികൾക്ക് എന്താണ്, ഒരു ഭാഷ ആർജിക്കാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കുട്ടികളുടെ തലച്ചോറിലുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള ഏത് കുട്ടികളും ഒരേ സമയത്ത് സംസാരിച്ചു തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഓക്കെ, അപ്പൊ സർവ്വലൗകിക ഭാഷാ വ്യാകരണം അതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നോം ചോംസ്കി. ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മുടെ നോം ചോംസ്കി മാത്രമല്ല അവിടെ പഠിക്കേണ്ടത്, പിയാഷേനെ പഠിക്കണം, വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിക്കണം, അതുകൂടാതെ സ്കിന്നറുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇതൊക്കെ അവിടെ പഠിച്ചു പോകുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. വിദ്യാർത്ഥികൾക്ക് വ്യക്തമായിട്ടുള്ള ആശയധാരണ കൈവരിക്കാനായി ടീച്ചർ ധാരാളം മാതൃകകൾ ഉപയോഗിക്കുന്നു. ഈ മാതൃകകളിലൂടെ നിരീക്ഷിക്കാനും തിരിച്ചറിയാനും ആശയ രൂപീകരണത്തിനും അവസരമൊരുക്കുന്നു. ഈ പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കാം ഇവിടെ വരുന്നത്, ആൽബർട്ട് ബെന്തുര അല്ലെ. അദ്ദേഹത്തിന്റെ തിയറിയുടെ പേരെന്താണ്, സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെ. സോഷ്യൽ ലേണിംഗ് തിയറി. ഇവിടെ എന്തിനെ പറ്റി ഓർക്കണം, ആൽബർട്ട് ബെന്തുര എന്ന് പറയുമ്പോൾ ആദ്യമേ ഓർത്തു വെക്കുക അദ്ദേഹത്തിന്റെ ബോബോഡോൾ എക്സ്പെരിമെന്റ് ഓർത്തു വെക്കണം അല്ലെ. ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്താ ഇത് ഉദ്ദേശിക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു ബോബോഡോളിന്റെ ഒരു പാവയുണ്ട് അല്ലെ. ഈ പാവയുടെ പിക്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കും. അതായത് ഒരു കുട്ടി ഈ പാവയെ ഇങ്ങനെ ഇടിക്കുന്ന ഒരു പിക്ചർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരാഴ്ച കാണിച്ച് പിറ്റേ ദിവസം ആ കുട്ടികളെ വേറെ റൂമിലേക്ക് മാറ്റുമ്പോൾ ആ കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾ എന്ത് ചെയ്യും, ഈ പാവയെ ഒന്ന് ഇടിച്ചു നോക്കും. അപ്പൊ ആ വേറെ റൂമിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഒരു എക്സാക്റ്റ് ഒരു പാവ ഇരിപ്പുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുട്ടികളെ പാവയെ ഒന്ന് ഇടിച്ചു നോക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ, കുട്ടികൾ സൊസൈറ്റിയുമായിട്ട് സോഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എന്ത് കാര്യങ്ങളെയും കുട്ടികൾ എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും എന്നാണ് അവിടെ പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും ടിവിയിലൂടെയും പരസ്യങ്ങൾ അല്ലെ, പരസ്യങ്ങളിലൂടെയൊക്കെ കാണുന്നതിനെ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. വ്യക്തമായ ആശയധാരണ കൈവരിക്കാനായി ടീച്ചർ
ധാരാളം മാതൃകകൾ അല്ലെ, മാതൃകകൾ ഉപയോഗിക്കുന്നു. ഈ മാതൃകകളുടെ നിരീക്ഷിക്കാനും തിരിച്ചറിയാനും ആശയ രൂപീകരണത്തിനും ഉപയോഗിക്കുന്നു അല്ലെ. അപ്പൊ ഈ പഠന സിദ്ധാന്തം ഏതാണ്? ആൽബർട്ട് ബെന്തുരയുടെ ആണ്. അത് ഓർത്ത് വെക്കുക. കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള RPWD ആക്ട് ഏറ്റവും അവസാനമായി പരിഷ്കരിച്ചത് ഏത് വർഷം എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? 2016 ലാസ്റ്റ് RPWD ആക്ട് വരുന്നത് അല്ലെ. RPWD ആക്ട്. ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആദ്യം വരുന്നത് 1995 ആദ്യം വരുന്നത്. അത് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ RPWD ആക്ടും PWD ആക്ട് മാത്രമല്ല അവിടെ പഠിക്കേണ്ടത്. RCA ആക്ട് ഉണ്ട്, അങ്ങനെ കുറച്ച് RTA ആക്ട് ഉണ്ട്, അങ്ങനെ കുറച്ച് ആക്ടുകൾ ഇവിടെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. എന്താണ് അതിന്റെ ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് വർഷമാണ്, ഏത് മന്ത് ആണ്, ഏത് ഡേ ആണ് എന്ന് കൂടി അവിടെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ K1, K1, K2, K3, K4 ഒക്കെ നമുക്ക് ഇവിടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് എക്സാംസ് ഓറിയന്റഡ് ആയിട്ട്, അതായത് നമുക്ക് സർവീസ് ബാച്ച് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ സർവീസ് ടീച്ചേഴ്സിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള ബൂസ്റ്റർ ബാച്ചുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. 8590835568 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോമൺലി നമുക്ക് കാണാൻ സാധിക്കുന്ന അതിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതായത് ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, PDF നോട്ട്സുകൾ, PYQ സെക്ഷൻസ്, മെന്റർഷിപ്പ് സപ്പോർട്ട്, അതുകൂടാതെ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാം എടുക്കാറാകുമ്പോൾ നമുക്ക് ബൂസ്റ്റർ ബാച്ചുകൾ, ബൂസ്റ്റർ ക്ലാസ്സുകൾ, അതുകൂടാതെ വിത്ത് PDF നോട്ട്സുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.